പ്രിയമുള്ളവരെ, അത് 1983 കാലഘട്ടം. മതപരമായ അറിവിന്റെ യാതൊരു ലക്ഷണമില്ലാത്ത ഒരു ചെറിയ പ്രദേശം. അതെ, ദക്ഷിണ കന്നഡ ജില്ലയിലെ ബണ്ട്വാള താലൂക്കിലെ കന്യാനത്തിന്റെ അടുത്തുള്ള ഒരു ചെറിയ കുഗ്രാമം കണിവൂറായിരുന്നു. ഇന്നിതാ അതേ സ്ഥലം നാട്ടിന്റെ സർവ്വ മുക്കുമൂലകളിൽ പ്രസിദ്ധിയാർജിച്ചുകൊണ്ടിരിക്കുന്നു. 1983 അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ നിന്നും ആ പ്രദേശത്തിന്റെ ജനതയെ കരകയറ്റാൻ, പവിത്ര ദീനുൽ-ഉലൂമിന്റെ പ്രകാശം വിതരാൻ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന പുത്തൂർ തങ്ങൾ എന്ന മഷ്ഹൂറായ മർഹൂം അൽഹാദി അസയ്യദ് KP മുഹമ്മദ് തങ്ങൾ നവ്വറല്ലാഹു മർകദാം അവരുടെ പാവനകരങ്ങളാൽ മിസ്ബാഹുൽ ഹുദ എന്ന മദ്രസക്കും സ്ഥലത്തിന്റെ അഭാവമുണ്ടായാലും കേവലം 3 സെൻസ് സ്ഥലത്തിൽ തുടക്കം കുറിച്ചു. പരിസര നിവാസികളിൽ ധാർമ്മിക ബോധം ഉടലെടുത്തപ്പോൾ സ്ഥലമില്ലാത്തതിനാൽ ഇതേ 3 സെൻസ് സ്ഥലത്തും താൽഭാഗത്ത് മദ്രസവും മുകളിൽ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ പവിത്ര നാമധേയത്തിൽ കണിയൂർ പ്രദേശത്തിലേക്ക് മാണിക്യമായി സുന്ദരമായ അള്ളാഹുവിന്റെ ഗേഹം. ഫെബ്രുവരി മാസം 6-ാം തീയതി 2007 തിങ്കളാഴ്ച ദിവസം മസ്ജിദ് നിർമ്മാണത്തിന്റെ കരുത്തിന്റെ സാരഥി, നിരവധി അനവധി മഹല്ലുകളിൽ മുദരിസ് ഖതീബായി സേവനം സമർപ്പിച്ച ആത്മീയ വ്യക്തിത്വം ബഹുമാനപ്പെട്ട അൽഹാജ് KK സുലൈമാൻ ഫൈസിയുടെ അവിശ്രാന്ത പരിശ്രമത്താൽ UAE റാസൽ കൈമായുടെ പൗരൻ റാഷിദ് ബിൻ ജാസിം ബു അല്ലമാം അവരുടെ സഹായത്തോടെ പാണക്കാട് കുടുംബത്തിൽ മറക്കാനാവാത്ത വെള്ളിനക്ഷത്രം ബഹുമാനപ്പെട്ട മർഹൂം PMSA മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പുണ്യഹസ്തം കൊണ്ടും ഹംസത്തുൽ കറാർ ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു. നിർജ്ജനമായിരുന്ന പ്രദേശം ദീനി കൊണ്ട് പ്രകാശമായപ്പോൾ ബാങ്ക്, ജുമാ, ജമാഅത്ത്, മദ്രസം കൊണ്ട് ആത്മീയ വെളിച്ചം പകർന്നപ്പോൾ യാത്രക്കാരായ വനിതകൾക്കായി 2012 ജൂലൈ മാസം 15-ാം തീയതി ദക്ഷിണ കന്നഡ ജില്ലാ ഖാദി ത്വാക്ക അഹമ്മദ് മുസ്ലിയാർ മസ്ജിദ് ആയിഷ വനിതാ മസ്ജിദ് ഹാളിന് തുടക്കം കുറിച്ചു. സാമ്പത്തികമായ യാതൊരു വരുമാനമില്ലാത്ത ഈ പ്രദേശത്തിന്റെ ജനതക്കും മരണപ്പെട്ടാൽ ഖബറടക്കാൻ വേണ്ടിയുള്ള സ്ഥലം ഇല്ലാത്തതിനാൽ അതിന്റെ ആവശ്യം മസ്ജിദിലേക്ക് നീക്കുമ്പോൾ, കൂടാതെ മദ്രസ കെട്ടിടവും ഹിഫ്ദുൽ ഖുർആൻ കെട്ടിടവും മസ്ജിദിലേക്ക് ആവശ്യമാണ്. സ്ഥായിയായ ഒരു വരുമാനത്തിന്റെ ആവശ്യം പ്രസ്തുത പള്ളിക്കുണ്ട്. ആയതിനാൽ നല്ലവരായ സർവ്വജനങ്ങളിൽ നിന്നും ഉദാരമായ സഹായ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ.